ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 9 മണിയായിട്ടുണ്ട്. പരിപാടിയൊന്നുമില്ല, കുറച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നലെ രാത്രി അത് ക്യാൻസലായി. അപ്പം എന്തായാലും ഇന്ന് രാവിലെ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ ഇലക്ട്രിസിറ്റി സപ്ലൈ ഇല്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ നിൽക്കുവാണ്. എന്താ ചെയ്യണം, എന്താണ് പ്ലാൻ. ഇന്നത്തെ കുറച്ച് റീൽസും കാര്യങ്ങളും എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ക്യാരക്ടേഴ്സ് ആൾക്കാർ അവൈലബിൾ അല്ല. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. കറണ്ടില്ല. ഇവിടെ കുറച്ച് ശാന്തമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ വിചാരിച്ച വെറുതെ ഒരു വ്ളോഗ് ഇട്ടേക്കാം. കാരണം ഒരു മഴയും ഇല്ല, വെയിലും ഇല്ല, നല്ലൊരു പീസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ. അമ്മ കുറച്ച് മിച്ചറൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് മിച്ചറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മിച്ചർ പിന്നെന്തോ അത് പാട്ടയോ ഇവിടെ നിന്ന് മിച്ചറ കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു വൈബാണ്. കപ്പലിൻ്റെ എടുക്കാൻ ചെയ്യണ്ടമ്മ, മസാല കപ്പലിൻ്റെ ഉണ്ട്. ഒരു വട്ടം മിച്ചർ എങ്ങനെ തീർക്കാം. പഴം കൂടെ വേണമായിരുന്നു. ഏത്തക്ക ഇല്ലല്ലോ. ഏത്തക്കയില്ല, ചുമന്ന പഴവും മഞ്ഞപ്പഴവും ഉണ്ട്. ഇലക്ട്രിസിറ്റി സപ്ലൈ ഇല്ലെങ്കിൽ, കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വീടിനകത്ത് നല്ല കൂളിങ്ങാണ്. കാരണം ഈ അപ്പുറത്തെ വീട്ടുകാരെല്ലാം മരങ്ങൾ ഇങ്ങനെ വളർത്തി ഇങ്ങനെ ഞങ്ങളെ വീടിൻ്റെ മണ്ടിലിട്ടേക്കുന്നുണ്ട്. എപ്പോഴും നല്ല കൂളിങ്ങാണ്. ഞങ്ങളങ്ങനെ എപ്പോഴും വെട്ടാനൊന്നും പറയത്തൊന്നുമില്ല. ഒരു വെട്ടത്തുമില്ല, അത് വേറൊരു കാര്യം. പക്ഷേ നല്ലൊരു കൂളിങ്ങാണ് ഈ മരങ്ങളുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കറണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ സിറ്റൗട്ട് വന്നിരുന്നാലും റൂമിൽ കയറിയിരുന്നാലും നല്ലൊരു കൂൾ ആണ് എപ്പോഴും. നമ്മളുടെ പുറത്തെവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് വീടിനകത്തോട്ട് കയറിയാൽ വീട്ടിൽ സെൻട്രൽ എ സി ഇട്ടൊരു ഫീലാണ്. അത് വേറൊരു വീട്ടിൽ പോയാലും കിട്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ ഈ വീടിന്. അമ്മ ഇഷ്ടമായി ഇവിടെ നിന്ന് മിച്ചർ തട്ടി വിടുന്നുണ്ട്. ഞാൻ കുറച്ച് തിന്നപ്പോഴത്തേക്കും മടുത്ത്. പിന്നെ കുറച്ച് മസ്താനയുണ്ട് നേരം കഴിക്കാൻ. മസ്താന കഴിക്കാമെന്ന് വിചാരിച്ച്. ഞാനെപ്പോഴും നിങ്ങളെപ്പോഴും കാണുന്നത് ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോസാണ്. ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. ആവശ്യത്തിന് അത്ര കഴിക്കാറുള്ളൂ. അല്ല, നിങ്ങൾ പറയാം, നിങ്ങൾ കാണുമ്പോഴല്ല ഞാൻ തീറ്റിപ്പണ്ടാരാന്ന് വിചാരിക്കരുത്. നിങ്ങൾ കമൻറ്റിനകത്തൊക്കെ ഫേസ്ബുക്കിനകത്ത് കമൻറ്റൊക്കെ വരാറുണ്ട്, നിങ്ങളെ കൊതിപ്പിക്കാനല്ലേ ഇടുന്നതെന്ന്. കൊതിപ്പിക്കാനൊന്നുമല്ല, ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയിട്ട് ഇടുന്ന. അമ്മ അവിടെ പോയിരുന്ന് വൈബ് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടോ. മസ്താന കഴിക്കുക. രാവിലെ ഞാൻ ഇഡ്ഡലി കഴിച്ചു. ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു. നേരത്തെ കഴിച്ചു. ഇത് ചുമ്മാ കുറയ്ക്കാൻ രസം. നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കിളികളൊക്കെ അതിന് നല്ല കരച്ചിലൊക്കെയാണ്, നല്ല രസമാണ്. അങ്ങനെ ഒരു മണിയായപ്പോഴത്തേക്ക് കുളിക്കുകയൊക്കെ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് കഞ്ഞിയായിരുന്നു. അങ്ങനെ കഞ്ഞിയെ കുടിച്ചു. അഷ്ടമി പറഞ്ഞാൽ നമുക്ക് കഞ്ഞി മതിയെന്ന്. അങ്ങനെ അമ്മ ഇന്ന് കഞ്ഞി ഉണ്ടാക്കി. ഇപ്പം 4 മണിയായിട്ടുണ്ട്. 4 മണിക്ക് ഞാൻ കുറച്ച് പൊരിപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിക്കാൻ. അപ്പം ചായ ഉണ്ട്, ഒരു മുളക് ബജ്ജി, നേരെ ഇരുന്ന മുളക് ബജ്ജി ഒരു പൊതിഞ്ഞപ്പോഴത്തേക്ക് ഒടിച്ച് മുടക്കിയൊക്കെ വാങ്ങിച്ചു. എനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടായി മുളക് ബജ്ജി വാങ്ങി. ബാക്കിയൊക്കെ ഞാൻ പിന്നെ ഒരു മസാല ഫില്ല് ചെയ്ത ഒരു വാങ്ങിയത്. നല്ലതാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട് മുന്നേ. ഫുള്ള് മസാലയാണ്, മല്ലിയിലേക്ക് ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. കൊള്ളാം. അമ്മയച്ഛനും അഷ്ടമി അകത്തുനിന്ന് കഴിക്കുന്നു, കുഞ്ഞുറങ്ങുന്നു.
പൂച്ച ഞാൻ എപ്പോൾ വെളിയിൽ നിന്ന് കഴിച്ചാലും പൂച്ച കയറി അകത്തുനിന്നിരിക്കും. ഞാൻ ഒന്ന് ഉറങ്ങിയായിരുന്നു കുറച്ച് എന്നൊന്നും ഉറങ്ങാറൊന്നുമില്ല. ഒടിഞ്ഞു മടങ്ങിയ മുളക് ബജ്ജി, ഇത് ഹാഫാക്കിയാണ് വെച്ചേക്കുന്നുണ്ടോ. 8 രൂപയുള്ളൂ, 8 രൂപ. ഇവിടെ 8 രൂപ, ഒരു കടയിൽ 8 രൂപ, ബാക്കിയെല്ലാ കടയിലും 10 രൂപ. അവർക്ക് അവരുടെ ഒരു ലാഭം കൂടെ നോക്കണ്ടേ. നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല, കുറ്റം പറയാതെ തിന്നോ. പിന്നെ ടേസ്റ്റിലെ കുറ്റം പറയും, അതുറപ്പാണ്. തിന്ന് ഭയങ്കരമായിട്ട് വയറ് വീർത്ത് കേട്ടോ. രാവിലെ നടക്കാൻ പോകുന്നുണ്ട്, മഴയാകുമ്പോഴത്തേക്കും നടക്കാൻ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു 8-8:30 ആകുമ്പോഴേ ഉറക്കം എണീക്കത്തുള്ളൂ. 8 മണി 8:30 ഒക്കെ ആകുമ്പോഴേ ഉറക്കം എണീക്കത്തുള്ളൂ. രാവിലെ മുതൽ ഈ ഒരു കാലാവസ്ഥ തന്നെ പീസ് കാലാവസ്ഥയാണ്. അപ്പോൾ ഈ വെതർ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ഇപ്പം ഉച്ച കഴിയുമ്പോഴത്തേക്ക് മഞ്ഞ് കാലാവസ്ഥ പോലെയൊക്കെ തോന്നുന്നത്. പക്ഷെ മഞ്ഞൊന്നുമില്ല, എല്ലായിടത്തും ഇങ്ങനെയാണെന്ന് തോന്നുന്നു. മഴ പൊടിക്കുന്നുണ്ട് ചെറുതായിട്ട്. എനിക്ക് വൃശ്ചിക മാസം ആയതുകൊണ്ടായിരിക്കാം. ഹെലികോപ്റ്റർ പോകണം, ഹെലികോപ്റ്റർ. ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം. ഒന്നല്ല 2 ഹെലികോപ്റ്റർ. ട്രിവാൻഡ്രത്ത് മറ്റേ ഇതുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. പുതിയ എന്തെങ്കിലും വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.